ശ്രീ ആര്യ രാജേന്ദ്രൻ മേയർ തിരുവനന്തപുരത്തെ പെട്ടെന്നുണ്ടായുള്ള ഒരു ഹൈപ്പാണ് ആര്യയ്ക്ക്. ഒരു മേയർ സ്ഥാനമൊന്നും ആ കുട്ടി പ്രതീക്ഷിച്ചതല്ല. പക്ഷേ CPM നിർത്തിയ വനിതാ സ്ഥാനാർത്ഥികൾ കൂട്ടത്തോടെ തോറ്റു, മേയറാകാൻ നിർത്തിയിരുന്നവർ. അങ്ങനെയാണ് ആര്യയിലേക്ക് ഈ അവസരം എത്തുന്നത്. ആര്യ വളരെ ശ്രദ്ധിക്കപ്പെട്ടു. പ്രായം കുറഞ്ഞ മേയർ, പക്വതയുണ്ട് എന്നൊക്കെ രീതിയിൽ വലിയ ചർച്ചകൾ വന്നു. വലിയ ഒരു പൊട്ടൻഷ്യൽ ആ കുട്ടിക്ക് ഉണ്ടായി. പിന്നീട് ഇങ്ങോട്ടുള്ള ദിവസങ്ങളിൽ ഈ കുട്ടി ഗ്രാഫ് നേരെ താഴെ പോവുകയാണ്. ആര്യയുടെ ഒരു ഭാവി, രാഷ്ട്രീയ ഭാവി അതെന്താവും ഇനി? ആര്യയുടെ രാഷ്ട്രീയ ഭാവിയുടെ മാക്സിമത്തിലാണ് ഇപ്പം നിൽക്കുന്നത്. ആര്യ എന്ന് പറയുന്ന പെൺകുട്ടി ഏറ്റവും പ്രായം കുറഞ്ഞ മേയർ, ചർച്ച ചെയ്യപ്പെട്ട വിഷയമാണ്. തിരുവനന്തപുരത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ, അല്ലെങ്കിൽ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രായം കുറഞ്ഞ മേയർ ആയിട്ട് വന്ന ഒരു പെൺകുട്ടിയാണ്. അതങ്ങനെ സംഭവിക്കാൻ കാര്യം എന്ന് പറഞ്ഞാൽ ആര്യയുടെ ഒരു കഴിവുകൊണ്ടൊന്നും സംഭവിച്ചതല്ല. CPM-നകത്ത് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ചില പ്രശ്നങ്ങളുണ്ട്. CPM-നകത്ത് ചില ഗ്രൂപ്പുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഈ CPM തിരുവനന്തപുരത്ത് മത്സരിക്കുമ്പോൾ പാർട്ടി ചില സ്ഥാനാർത്ഥികളെയൊക്കെ മേയറാക്കാൻ വേണ്ടി കരുതി കൂട്ടി നിർത്തിയിട്ടുണ്ടാവും. ഒരുപക്ഷെ മേയറാക്കാൻ നിർത്തിയിരുന്ന സ്ഥാനാർത്ഥി അവിടെ പരാജയപ്പെട്ടിട്ടുണ്ടോ, അത് നമുക്കറിയാവുന്ന കാര്യമല്ല, അത് കേട്ടുള്ള അറിവാണ്. അപ്പോൾ രണ്ടാമത് ഭൂരിപക്ഷം കിട്ടുകയും അവിടെ ഒരു മേയർ ഉണ്ടാവുകയും എന്നുള്ള അവസ്ഥ വന്നപ്പോൾ ജില്ലാ കമ്മിറ്റിക്കകത്ത് ഒരു ഗ്രൂപ്പിൻ്റെ ഭാഗമായിട്ട് വന്ന ഒരു തിരഞ്ഞെടുപ്പാണ്, അല്ലെങ്കിൽ തിരഞ്ഞെടുത്ത കുട്ടിയാണ് ആര്യ രാജേന്ദ്രൻ. അപ്പം ആ കുട്ടിയെ കൊണ്ടുവരുന്നതിന് കണ്ടുപിടിച്ച ഒരു മാനദണ്ഡം എന്നുള്ളതേ ഉള്ളൂ. ഏറ്റവും പ്രായം കുറഞ്ഞ ആളാവുമ്പോൾ അത് ചർച്ച ചെയ്യപ്പെടും. CPM-ന് അതൊരു മുതൽക്കൂട്ടാവും, അല്ലെങ്കിൽ CPM ചെറുപ്പക്കാരെ പ്രൊമോട്ട് ചെയ്യുന്ന പാർട്ടി എന്ന് മാധ്യമങ്ങൾ ചർച്ച ചെയ്യും ഒക്കെ വന്നത്. ആര്യ രാജേന്ദ്രൻ നമ്മുടെ മുൻ ദേവസ്വം വകുപ്പ് മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ്റെ ആളാണ്. അപ്പോൾ അതിനകത്ത് കടകംപള്ളി സുരേന്ദ്രൻ്റെ ഒരു ഗ്രൂപ്പ് ഉണ്ടെന്ന് പറയുന്നു, ശിവൻകുട്ടിയുടെ ഗ്രൂപ്പ് ഉണ്ടെന്ന് പറയുന്നു. ജില്ലാ കമ്മിറ്റിക്കകത്ത്, തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിക്കകത്ത്, കാരണം തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി എന്ന് പറഞ്ഞാൽ ഏകദേശം CPM ഭരിക്കുമ്പോൾ ആ കാര്യങ്ങൾ മൊത്തം നിയന്ത്രിക്കുന്നതല്ല. തിരുവനന്തപുരം പോലെയുള്ള ഒരു ജില്ലയിലെ ജില്ലാ കമ്മിറ്റി, എല്ലാ ജില്ലാ കമ്മിറ്റിക്കും അതിൻ്റെ പ്രസക്തിയുണ്ട്. CPM തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിക്ക് തലസ്ഥാനത്തുള്ള ജില്ലാ കമ്മിറ്റി ആകുമ്പോൾ വളരെ കാര്യങ്ങളുണ്ട്. അത് അധികാരങ്ങൾ എല്ലാം തീരുമാനിക്കുന്നതും അല്ലെങ്കിൽ ഒക്കെ അതിനകത്ത് പങ്കുള്ള ആണ് സിംഗിൾ. അപ്പോൾ അതിനകത്ത് ആര്യ കടകംപള്ളി സുരേന്ദ്രൻ്റെ ഗ്രൂപ്പിൻ്റെ ഭാഗമായിട്ട് ആര്യ രാജേന്ദ്രൻ വരുന്നു. അപ്പോൾ ആര്യ രാജേന്ദ്രൻ ഇല്ല മൂക്കാതെ പഴുക്കുക എന്നുള്ള പറഞ്ചൊല്ല് കേട്ടിട്ടില്ലേ, അങ്ങനെ വന്നു. പിന്നെ പൊട്ടൻ ലോട്ടറി അടിക്കുക എന്നൊക്കെ പറയത്തില്ലേ, അത് ഈ കുട്ടി വളരെ ചെറിയ പ്രായത്തിൽ ഇത്രയും വലിയൊരു പദവി, തിരുവനന്തപുരം മേയർ ശിവൻകുട്ടിയൊക്കെ ഇരുന്ന, അല്ലെങ്കിൽ പ്രശാന്തൊക്കെ ഇരുന്ന ഒരു സ്ഥാനമാണ്. ആ സ്ഥാനത്തേക്ക് വരുമ്പോൾ ഇവർ ഒരു സാധാരണ വീട്ടിലെ ഒരു കുട്ടിയാണ്, അച്ഛനും അമ്മയും കൂലിവേലയ്ക്ക് പോകുന്ന ഒരു വീട്ടിലാണ്. അപ്പം അതിന് പ്രതീക്ഷിക്കാവുന്നതിനപ്പുറം, അല്ലെങ്കിൽ സ്വപ്നം കാണാവുന്നതിനപ്പുറം ഉള്ള ഒരു പദവിയിലേക്ക് വരികയും ഈ പദവി എന്നും എൻ്റെ കൂടെ ഉണ്ടാവുമെന്ന് അങ്ങ് ധരിക്കുകയൊക്കെ ചെയ്തതിൻ്റെ ഭാഗമായിട്ടാണ് ഇതൊക്കെ സംഭവിക്കുന്നത്. കാരണം ഈ ഒരു മേയർ എന്ന് പറയുമ്പോൾ പിന്നെ ആ മേയറിൻ്റെ കസേരയിൽ കയറി ഇരുന്ന് കഴിയുമ്പോൾ അതിൻ്റെ അടുത്തോട്ട് വരുന്ന ആൾക്കാരെന്ന് പറയുമ്പം അത് ഒരിക്കലും സ്വപ്നത്തിൽ പോലും കാണാൻ പറ്റാത്ത ഗ്രേഡിലുള്ള ഉദ്യോഗസ്ഥന്മാരും മറ്റ് സംവിധാനങ്ങളും ബിസിനസ്സുകാരും പ്രമുഖന്മാരും ഒക്കെ ഫ്രണ്ട്ലി ആവാനും അല്ലെങ്കിൽ കൂടാനും ഒക്കെ വരും. അപ്പൊ ഇത് കണ്ട് ഈ കുട്ടി അങ്ങ് വല്ലാതെ അഭിരമിച്ചു. ആ അഭിരമത്തിന്റെ ഭാഗമായിട്ട് പലരും അംഗീകരിക്കുമ്പം നമ്മുടെ ഈ അധികാരം എന്ന് പറഞ്ഞാൽ ഒരു മത്താണ്, ലഹരിയാണ്. അത് മയക്കുമരുന്നിന്റെ കൂടെയും മദ്യത്തിന്റെ കൂടാണ്. അത് അനുഭവിച്ചു കഴിഞ്ഞാൽ രാവിലെ ഇപ്പം ശ്യാമിന്റെ അടുത്ത് വന്ന് കുറെ ആൾക്കാർ തൊഴുതു പിടിച്ച് നിൽക്കുക. അത് ഡെയിലി രാവിലെ ഒരു കാര്യം സഹായിച്ചാൽ 2 കാര്യം സഹായിച്ചാൽ, അല്ലെങ്കിൽ ശ്യാമിനെ കാണുമ്പോൾ എണീക്കുക. ഇത് നിരന്തരമായിട്ട് ശ്യാമെന്ന് അനുഭവിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു ലഹരി വല്ലാത്തതാണ്. ഇത് ഒരു കാലത്തും എനിക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടാവത്തില്ല എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് ഒരു സുപ്രഭാതത്തിൽ സംഭവിക്കുകയും അത് ഈ ലോകത്ത് എയറിലായി പോകുന്ന ഒരവസ്ഥയാണ്. അപ്പോൾ ഇത് ബാക്കിയുള്ള നമ്മുടെ പിണറായി സഖാവിനെയും അല്ലെങ്കിൽ ബാക്കിയുള്ളവരെയൊക്കെ കോപ്പി ചെയ്യാൻ തുടങ്ങി. അപ്പം പിണറായി എന്ന് പറയുന്ന ആള് 82ാമത്തെ വയസ്സിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിട്ട് ഇരിക്കുന്ന ആളാണ്. അദ്ദേഹം ഒരു സുപ്രഭാതത്തിൽ ആരെങ്കിലും കയറ്റി വെച്ച് ഈ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിട്ട് വന്ന ആളല്ല. അദ്ദേഹത്തിന്റെ ഒരു ശൈലി, അദ്ദേഹത്തിന് അല്ലെങ്കിൽ ആ വളർന്നു വന്ന രീതിയിൽ അദ്ദേഹത്തിന് പൊതുജനത്തോട് സംവദിച്ചതും അദ്ദേഹത്തിന്റെ വളർച്ചയും പൊതുജനം പരസ്പരം ചർച്ച ചെയ്തു. മാധ്യമങ്ങളൊക്കെ ഇന്നാണല്ലോ വരുന്നത്. അദ്ദേഹത്തിന്റെ പ്രായം വെച്ച് നോക്കുമ്പോൾ, അദ്ദേഹത്തിന്റെ പുറകോട്ടുള്ളത് വെച്ച് നോക്കുമ്പോൾ അദ്ദേഹത്തിനെ വളർത്തിയത് പൊതുജനമാണ്. ആ പൊതുജനം വളർത്തിയെടുത്ത ഒരു പിണറായി വിജയന്റെ ശൈലി ഇന്നലെ വന്ന ഒരു ആര്യ രാജേന്ദ്രൻ അനുകരിക്കാൻ തുടങ്ങിയാൽ ജനം അംഗീകരിക്കുന്നു. ഈ ആര്യയുടെ കഷ്ടകാലം തുടങ്ങുന്നത് ഈ ആറ്റുകാൽ പൊങ്കാല അലങ്കോലപ്പെടുത്തി, അതിൽ കൃത്രിമം നടത്തി, അഴിമതി നടത്തി എന്നുള്ള ആരോപണങ്ങൾ വന്നത് മുതൽ
ആര്യയുടെ ഈ ഒരു മാർക്കറ്റ്, ഈ ഒരു പൊട്ടൻഷ്യൽ ഇടിഞ്ഞു തുടങ്ങി. ഇപ്പോൾ എന്ത് തൊട്ടാലും ആര്യ എയറിലാണ്. ആര്യ എയറിൽ നിന്ന് താഴോട്ട് വരുന്നില്ല. ഒന്നുകിൽ ആര്യക്ക് എയറിൽ നിന്ന് താഴോട്ട് ഇറങ്ങാൻ താല്പര്യമില്ല, അല്ലെങ്കിൽ നാട്ടുകാർ താഴെ വിടുന്നില്ല ആര്യയെ. ഡെയിലി വിവാദങ്ങളാണ്. എന്റെ ശ്യാമ, ഇത് ഏറ്റവും ചെയ്യേണ്ട ഒരു കാര്യം പറഞ്ഞാൽ, ആ കുട്ടി മിടുക്കിയായ കുട്ടിയാണ്, രാഷ്ട്രീയക്കാരിയായിരുന്നെങ്കിൽ ഒരു സുപ്രഭാതത്തിൽ മേയർ ആയി കഴിഞ്ഞപ്പോൾ ആദ്യമേ മേയർ എന്താണെന്ന് പഠിക്കണമായിരുന്നു. അത് പഠിക്കാതിരിക്കുന്നിടത്തോളം കാലം ഇതൊരു വലിയ വലിയ പദവിയാണ്. ഈ പദവി ഉപയോഗിക്കാൻ ആൾക്കാരെ നിൽക്കും. ഈ പദവി വേറെ ആരെങ്കിലും ഉപയോഗിച്ചിട്ട് അതിന്റെ മൊത്തം കുറ്റം ആരോപിക്കപ്പെടുന്ന അല്ലെങ്കിൽ കൊണ്ടുവയ്ക്കുന്ന ഒരു സ്ഥിതിയിലേക്കുണ്ടാകും. അപ്പോൾ അത് പഠിക്കാതെ ഒരു ഇന്നോവ കിട്ടിയപ്പോൾ അതേൽ കയറി ആൾക്കാരുടെ സലാമൊക്കെ മേടിച്ച് വീട്ടിൽ പോയി സുഭിക്ഷമായിട്ട് ജീവിക്കുന്ന ഒരു അവസ്ഥ വന്നുകൊണ്ടാണ് ആര്യ രാജേന്ദ്രൻ ഇത് വന്നത്. ആര്യ രാജേന്ദ്രൻ എന്ന് പറയുന്ന കക്ഷി SFIയുടെ ഒരു സാധാരണ പ്രവർത്തകർ മാത്രമായിരുന്നു. അപ്പൊ SFIയുടെ പ്രവർത്തനയും ബാലസംഘത്തിന്റെ ഒക്കെ ഉത്തരവാദിത്തത്തിൽ വരുന്ന പാർട്ടി എന്താണെന്ന് പഠിക്കുന്നതിന് മുമ്പ്, അത് DYFIയുടെ നേതാവായി സംസ്ഥാന നേതാവൊക്കെ ആകുമ്പോഴത്തേന് പാർട്ടി എന്താണ്, പാർട്ടി ക്ലാസ്സുകൾ വന്ന് എങ്ങനെ ബിഹേവ് ചെയ്യണം, അല്ലെങ്കിൽ എങ്ങനെ പൊതുജനമായിട്ട് ബന്ധപ്പെടണം എന്നൊക്കെ പഠിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വരും. അപ്പൊ അതിനു മുമ്പേ ആ കുട്ടി ഒരു വല്ലാത്ത പൊസിഷനിലെത്തി. ഇതിനെ വെച്ച് ചില ആൾക്കാർ ഉപയോഗപ്പെടുത്താമെന്ന് വിചാരിച്ചു. അപ്പൊ ഇതൊന്നും അറിയാതെ എല്ലാ ആരോപണങ്ങളും പേർന്ന ഒരവസ്ഥ വന്നു. 1-2 ആരോപണം വന്നപ്പോൾ ആ പെൺകുട്ടി അത് തിരിച്ചറിഞ്ഞ് അതിന്റെ വഴിക്ക് പോകണമായിരുന്നു. അപ്പോൾ അത് നോക്കിയപ്പോൾ അതിന് അവസ്ഥയിലല്ല. അതിന് MLA ആയിട്ടുള്ള ഒരു ആൾ കല്യാണം കഴിച്ചു. എല്ലാ രീതിയിലും പിന്നെ അങ്ങോട്ട് അങ്ങനെയാണ് ഏത് കാര്യത്തിന്റെ ഒരു അവസ്ഥ മുമ്പോട്ടുള്ള പോകും. ഏറ്റവും അവസാനം ഏറ്റവും വലിയ വിഡിത്തമാണ് ഈ യദു എന്ന് പറയുന്ന ഒരു ബസ് കണ്ടക്ടറുമായിട്ട് ഈ ആര്യ രാജേന്ദ്രൻ കാണിച്ചത്. യദുവുമായിട്ടുള്ള പ്രശ്നത്തിനപ്പുറം ഒരു മേയർ ഒരു സൂപ്പർ ഫാസ്റ്റ് ബസ് 19 പേർ യാത്ര ചെയ്യുന്ന ഒരു സൂപ്പർ ഫാസ്റ്റ് ബസ് ഒരു തെരുവ് ഗുണ്ടയെ പോലെ റോഡിൽ തടഞ്ഞിട്ടു. പറയാൻ മതി. യദുവായിട്ട് പറഞ്ഞാൽ ആ കുട്ടി ആ വണ്ടിയുടെ പുറകിൽ വരികയും ഈ വണ്ടി റാഷായിട്ട് റൈഡ് ചെയ്യുകയൊക്കെ ചെയ്യുന്ന ഒരവസ്ഥ ഉണ്ടാവും. യദു എന്ന് പറയുന്ന ആളിനെ കണ്ടതിൽ നിന്ന് എനിക്ക് മനസ്സിലായത് അയാൾ ഈ പറയുന്നത് പോലെ അത്ര മോശക്കാരനൊന്നും അല്ല. അല്ലെങ്കിൽ ഇത്ര ഒരു മേയറിന്റെ ഒരു MLAയുടെയും ഭരിക്കുന്ന ഒരു പാർട്ടി സംവിധാനത്തിന്റെ ഒക്കെ എതിരായിട്ട് ഇങ്ങനെ ആര് പ്രൊമോട്ട് ചെയ്താലും എനിക്ക് തോന്നുന്നില്ല. അയാൾ അത്ര മോശക്കാരനൊന്നുമല്ല. അയാൾക്ക് ഒരു ക്രിമിനൽ മെന്റാലിറ്റി ഒക്കെ ഉള്ള മനുഷ്യനാണെന്ന് എനിക്ക് മനസ്സിലാവുന്നു. ശരിയോ തെറ്റോ എനിക്കറിയത്തില്ല. അത് ആ പുറകിൽ വന്നപ്പോൾ ആ കുട്ടിക്ക് പക്വത ഉണ്ടായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ എന്താണ് ആ കുട്ടിയുടെ പൊസിഷൻ അതിന് കൃത്യമായിട്ട് ബോധ്യം ഉണ്ടായിരുന്നെങ്കിൽ ഉടനെ ഫോൺ എടുത്ത് അതിന്റെ ഉത്തരവാദിത്തപ്പെട്ടവരെ വിളിക്കുകയും അത് അതിന്റെ വഴിക്ക് പോവുകയുമാണ് ചെയ്യേണ്ടത്. അപ്പം ഈ ഉത്തരവാദിത്തപ്പെട്ടവരെ വിളിച്ചാൽ നാളെ കാലത്ത് ഇത് വാർത്തയുമാകും. ആ കുട്ടി ഇടപെട്ടതിന്റെ ഗുണവും ഇത് നേരെ തിരിച്ചായില്ലേ. ഒരു മേയർ ഇറങ്ങി അല്ലെങ്കിൽ ഒരു MLA കൂടെ ഇറങ്ങി വണ്ടി കൊണ്ടുവന്ന് ഒരു പബ്ലിക് അല്ലെങ്കിൽ KSRTC പോലുള്ളതിന്റെ ഫ്രണ്ടിലിട്ട് ഒരു ഷോ കാണിക്കുക എന്ന് പറഞ്ഞാൽ അത് ആ കുട്ടിയുടെ പ്രോട്ടോകോൾ തന്നെ MP മേലുള്ള പ്രോട്ടോകോളാണ്. ആ MP-യെക്കാട്ടി വലിയ പൊസിഷനാണ്. അപ്പോൾ അത് പക്വതയില്ലായ്മയുണ്ടാണ്. ഇവരൊക്കെ പഠിക്കണം. നമ്മൾ മനസ്സിലാക്കേണ്ടത് യുവജന നേതാക്കന്മാർ, അത് SFIയുടെ ആയാലും കൊള്ളാം, യൂത്ത് കോൺഗ്രസിന്റെ ആയാലും, അത് ബാലപാഠമാക്കേണ്ടതായിട്ടുണ്ട് നേതാക്കന്മാർ. അതായത് ഇപ്പം ഉമ്മൻചാണ്ടിയെ പറ്റി അറിയാം. ഉമ്മൻചാണ്ടി കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിട്ടിരുന്നു. ഇതൊക്കെ ഉമ്മൻചാണ്ടിയുടെയൊക്കെ പൊതുപ്രവർത്തന രംഗം ഈ രാഷ്ട്രീയത്തിൽ പഠിക്കേണ്ടതാണ്. ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിട്ടിരുന്നപ്പോൾ ഉമ്മൻചാണ്ടിയുടെ ഭാര്യ ടൗണിൽ വന്ന് ഒരു കടയിൽ കയറി സാധനം മേടിച്ചുകൊണ്ടിരിക്കുകയാണ്. കാറ് പാർക്കിംഗ് ഏരിയയിലല്ല ഇട്ടിരുന്നത്. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൈവറ്റ് വെഹിക്കിളാണ്. അവിടുത്തെ പോലീസുകാരൻ വന്നു അതിനകത്ത് സ്റ്റിക്കർ ഒട്ടിച്ചിട്ട് അയാൾ തിരിച്ചു പോയി കഴിഞ്ഞപ്പോഴാണ് ഉമ്മൻചാണ്ടിയുടെ ഭാര്യയാണെന്ന് അറിയുന്നത്. അപ്പം അപ്പോഴത്തേന് പോലീസ് വരേണ്ട ഉമ്മൻചാണ്ടി എന്ന് മുഖ്യമന്ത്രിയാണ്, അദ്ദേഹത്തിന്റെ ക്യാബിനിൽ വന്നിട്ട് ഒരു അർത്ഥം പറ്റിയെന്ന് പറഞ്ഞപ്പോൾ 500 രൂപ എടുത്തു. എത്ര രൂപയാണ് പോലീസ് ഓഫീസർ ഇന്റർവ്യൂവിൽ ഇത് പറഞ്ഞു. അതെ, പോലീസ് ഓഫീസർ അയാൾ റിട്ടയർ ആയി കഴിഞ്ഞിട്ട് നേതാക്കന്മാരെ ഓർക്കുമ്പോൾ എന്ന് പറയുന്നതിനകത്ത് വന്നപ്പോഴാണ് ഇത് വെളിയിൽ അറിയുന്നത്. മനസ്സിലായോ? ക്വാളിറ്റി അത് നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. പറഞ്ഞ് മനസ്സിലായിട്ടുണ്ട്. അതുപോലെ നയനയെ പറ്റി പഠിക്കേണ്ടതായിട്ടുണ്ട്. VS അച്യുതാനന്ദനെ പറ്റി പഠിക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പൊ ഇവരെയൊക്കെ വളർത്തിയത് ജനങ്ങളാണ്. മർമ്മരും ക്യാമ്പയിനിൽ കൂടാണ്. ഗൗരിയമ്മയ്ക്ക് എന്ത് ധാർഷ്ട്യമായിരുന്നു? ഗൗരിയമ്മയ്ക്ക് എത്ര ധാർഷ്ട്യം ആണെങ്കിൽ പോലും ഗൗരിയമ്മയെ അംഗീകരിക്കാൻ തയ്യാറാണ്. അവരുടെ ധാർഷ്ട്യത്തിന്റെ പുറകിൽ ഒരു ത്യാഗമുണ്ടെന്ന് ജനത്തിനറിയാം. അപ്പം ആര്യ രാജേന്ദ്രൻ ആ ധാർഷ്ട്യവുമൊക്കെ ആയിട്ട് പൊതുജനത്തിന്റെ എളിയിൽ അടുത്തോട്ട് ചെന്നാൽ ഈ പൊതുജനം എന്ന് പറയുന്ന ആണ് നമ്മളെ വളർത്തുന്നതും തളർത്തുന്നതും. ആര്യ രാജേന്ദ്രൻ എന്തുണ്ടെന്ന് ആര്യ രാജേന്ദ്രനെക്കാട്ടി വൃത്തിയായിട്ട് അറിയാവുന്ന പൊതുജനമാണ് ഈ തിരുവനന്തപുരത്തും കേരളത്തിലും. അവസാനമായി ഒരു ചോദ്യം. പാർട്ടി ആര്യയെ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നേമത്ത് മത്സരിപ്പിക്കാനുള്ള ഉദ്ദേശം പാർട്ടിക്കുണ്ടായിരുന്നു. ആ അവസരം ഇനി ആര്യയ്ക്ക് കിട്ടും? ഇല്ല, പാർട്ടി ആ അവസരം ഉണ്ടായിരുന്നു എന്ന് ഇപ്പൊ ശ്യാമിന് എങ്ങനെ പറയാൻ പറ്റും? CPM പോലുള്ള പാർട്ടിക്കകത്ത് ആ ഒരു ഉദ്ദേശം ഉണ്ടെങ്കിൽ തന്നെ അത് വെളിയിൽ പറയാൻ പോകുന്നില്ല. പക്ഷേ ആര്യ രാജേന്ദ്രൻ എന്ന് പറയുന്ന പെൺകുട്ടിക്ക് വലിയ ഭാവി ഉണ്ടായിരുന്നു. കാരണം ഇനി ഈ 2029 ആകുമ്പോഴത്തേക്കും 30% സ്ത്രീ സംവരണം വരുന്ന ഒരു നിയമസഭയും അല്ലെങ്കിൽ ഒരു പാർലമെന്റും ഒക്കെയാണ് വരാൻ പോകുന്നത്. അപ്പം സ്ത്രീകളുടെ പ്രാതിനിധ്യം കൂടുകയാണ്.
അപ്പം പാർട്ടിക്കകത്ത് ഏത് പാർട്ടിക്കകത്ത് നിൽക്കുന്ന സ്ത്രീകൾക്ക് അതിൻ്റെതായ പരിഗണന കൂടും. പക്ഷേ ഈ ആര്യ രാജേന്ദ്രനെ ഇപ്പം ചിന്താ ജെറോമിന് പറ്റിയതുപോലെ എവിടെയെങ്കിലുമൊക്കെ പ്രതിഷ്ഠിക്കാൻ ഇനി പാർട്ടി മെനക്കെട്ടാൽ ആ പാർട്ടി അതിൻ്റെ പുറയിൽ നടന്ന സമാധാനം പറയേണ്ടി വരും. അതായത് ഈ 25ാമത്തെ വയസ്സിൽ 75 വയസ്സിനപ്പുറമുള്ള ആരോപണങ്ങളും പേര് നിൽക്കുന്ന ഒരു ആര്യ രാജേന്ദ്രനെയാണ് നമ്മൾക്ക് കാണുവാൻ സാധിക്കുന്നത്. അത് എന്തുകൊണ്ടെന്നാൽ അതിൻ്റെ ഒരു നമ്മൾ ഇതിനകത്തൊക്കെ പറയുന്ന പോലെ അതിൻ്റെ വ്യാഴം ഈ മേയർ സ്ഥാനത്തോടു കൂടി തീരും എന്ന് പറയാനാണ് എനിക്ക് തോന്നുന്നത്. CPM പറ്റി ഒരു ചെറിയ പരിചയം വെച്ച് അതങ്ങനെ തന്നെ ആവാനേ സാധ്യതയുള്ളൂ. ഓക്കെ സാർ, നന്ദി. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.